മഴയൊക്കെയുള്ള സമയത്ത് ക്രിസ്പി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണം തോന്നുമ്പോഴോ അതല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത്. അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പൊട്ടറ്റോയാണ്. പൊട്ടറ്റോ നമുക്ക് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയൊന്ന് എടുക്കണം. ഇനി നമുക്കത് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം. ഞാനിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വെള്ളമൊഴിച്ച് വേവിക്കാനായിട്ട് വയ്ക്കുക. ഇതിനകത്ത് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വേവിക്കാനായിട്ട് എടുക്കാം. ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്നുകിൽ നമുക്കൊരു പൊട്ടറ്റോ സ്മാഷർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തവി വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നന്നായിട്ട് നമുക്ക് നുടച്ചെടുത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1-2 സ്പൂണ് അരിപ്പൊടിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അരിപ്പൊടിയുടെ കൂടെ ഒരല്പം കോൺഫ്ലോർ നമുക്ക് ചേർത്ത് കൊടുക്കുക. അതാകുമ്പോൾ നമ്മൾ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഉടഞ്ഞു പോവോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉടഞ്ഞു പോകുകയൊന്നും ചെയ്യാതിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പൊട്ടറ്റോ ആയിട്ട് ഗ്യാസിൻ്റെ പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്കിതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഓപ്ഷനിലാണേ. ഞാനിതിലേക്ക് ഒരല്പം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം ചിക്കൻ മസാല ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ മസാല ആഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗരം മസാല പൗഡർ ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇത്രയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് വേണ്ടുന്ന ഷേപ്പിൽ അത് ആ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് അതിലൊന്ന് മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിലോ അല്ലെങ്കിൽ റസ്കിൻ്റെ പൊടിയിലോ ഒന്ന് ചുറ്റിയെടുത്തിട്ട് നമുക്ക് എണ്ണയിൽ വറുത്തെടുത്താൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റോൾ ചെയ്തിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ റോൾ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് കട്ടിയാവാതെ സൂക്ഷിച്ചാൽ മാത്രം മതി. അപ്പോൾ ഒരുപാട് കട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പുറം നല്ലപോലെ മൊരിഞ്ഞിരിക്കും, പക്ഷേ ഉൾഭാഗം വേവാതെ ആയിരിക്കും ഇരിക്കുന്നത്. ഇതിങ്ങനെ ഞാനതെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടായിട്ട് അതിനുള്ളിലേക്ക് ഇതെല്ലാം ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു സൈഡൊന്ന് ചെറുതായിട്ട് ബ്രൗൺ കളറായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ആ സൈഡൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ സൈഡും ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴേക്കും ഒരുപാട് കരിയാനായിട്ട് നിൽക്കരുത്. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായിട്ട് വരുമ്പോഴേക്കും നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട്. അങ്ങനെ അത് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഡിഷാണിത്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് സമയമൊന്നും ഇതിനെടുക്കില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ടൊമാറ്റോ കെച്ചപ്പിൽ ചെറിയ ചൂടോടുകൂടി നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.